സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നൊരു 3 കാർഡ് സ്പ്രെഡ് എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് കറൻറ്റ് സിറ്റുവേഷൻ, പിന്നെ നമുക്കുള്ള ഗൈഡൻസ്, പിന്നെ നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ കറൻറ്റ് സിറ്റുവേഷൻ വന്നാണ് ദ ഹെർമിറ്റ് എന്നുള്ള കാർഡാണ്, മേജർ ആർക്കാന കാർഡാണ്. അതായത് ഹെർമിറ്റ് എന്നുള്ള കാർഡ് ഒരു ഏകാന്തത, സന്യാസി, തീർത്ഥാടനം, സ്വയം വിശകലനം ചെയ്യേണ്ട സമയം ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ഒരു ഏകാന്തമായ, അതായത് എല്ലാവരുടെ ഇടയിൽ ഇരിക്കുകയാണെങ്കിലും ഒരു ഏകാന്തത അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. തീർത്ഥാടനം, ആത്മീയമായ യാത്ര, മാത്രമല്ല ഇദ്ദേഹത്തിന് സുപ്പീരിയർ നോളജ് ഉണ്ട്. ആ നോളജ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് മാത്രമല്ല, ഇദ്ദേഹം വീണ്ടും സത്യത്തിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഏകാന്തത അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയാണ് സന്യാസി എന്നൊക്കെ പറയണം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ലൈഫിലും നമ്മൾ ചില സമയത്ത് നമുക്ക് ഒറ്റപ്പെട്ടുള്ള അനുഭവങ്ങളുണ്ടാവാം. അതിവിടെ കരിയറിലാണെങ്കിൽ ഒരു ഉപദേഷ്ടാവിൻ്റെ ഉപദേശം സ്വീകരിക്കണമെന്ന് പറയണു. സാമ്പത്തികമാണെങ്കിൽ ശ്രദ്ധിക്കണം, ആരോഗ്യം ഇതുമാതിരി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയണത്. അപ്പോൾ ഇദ്ദേഹത്തിനുള്ള ഗൈഡൻസ് എന്താ വെച്ചപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ആണ്. കപ്സ് എപ്പോഴും ഇമോഷനെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ജീവിതത്തിലുള്ള വെല്ലുവിളികളെ സമാധാനത്തോടും ദയയോടും കമ്പാഷനേറ്റായിട്ട് നമ്മൾ ഇമോഷൻസിനെ ബാലൻസ് ചെയ്തുകൊണ്ട് സമീപിക്കണം എന്നുള്ളതാണ് ഈ നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത്. അതായത് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞ ആൾ ഇദ്ദേഹം ആദർശവാദിയാണ്, കൈൻഡാണ്, കമ്പാഷനേറ്റൊക്കെ ആണ്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ ഈ വ്യക്തിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ ദയയോടും സഹാനുഭൂതിയോടും ഇമോഷൻസിനെ ബാലൻസ് ചെയ്തുകൊണ്ട് സമീപിക്കണം എന്നുള്ള ഒരു ഗൈഡൻസാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത്. അടുത്ത കാർഡ് എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് വെച്ചപ്പോൾ ക്യൂൻ ഓഫ് സോർട്സ് ആണ്. ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഒരു ലേഡിയാണ് ഇവിടെ കാണുന്നത്. ഇവരൊരു ബിസിനസ് സംരംഭകയാണ്. ഇവർ ഒരു പക്ഷേ സിംഗിൾ പാരൻ്റ് ആവാം, അല്ലെങ്കിൽ വിഡോ ആവാം. അതാണ് ഇവിടെ ഏകാന്തത കണ്ടത്. അപ്പോൾ ഇവർ ഹൈലി ഇൻ്റലക്ച്വലാണ്, വിവേകശാലിയാണ്. ഇവരെ ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും കമ്പളിപ്പിക്കാനൊന്നും പറ്റില്ല. മെൻ്റൽ ക്ലാരിറ്റി ഉള്ള ആളാണ്, ഹാർഡ് വർക്കിംഗ് ആണ്. അവർ ഇൻ്റലക്ച്വലായിട്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുള്ളൂ. ഇമോഷൻസിൻ്റെ പുറത്ത് ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന ആളല്ല, ഹാർഡ് വർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇവരെ ഒരു കഠിനമായി നിയന്ത്രണം കൊണ്ടുവരുന്ന ഒരാളായിട്ട് വേണമെങ്കിൽ തോന്നിയേക്കാം. അപ്പോൾ ഇവിടെ ഇവർക്ക് ഇവരുടെ ബിസിനസ്സിൽ നല്ല മെൻ്റൽ ക്ലാരിറ്റി ഉള്ള ആളാണ്. അതുകൊണ്ട് ഇവിടെ ഇവർ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇവരുടെ കരിയറിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവർക്ക് ഫോക്കസ് എന്നുള്ള കാർഡ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടാരോയുടെ ഗൈഡൻസ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.